ഇന്നലെ സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. വേറൊന്നുമല്ല, ആ ഒരു ലേഡി പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ബസ്സിനുള്ളിൽ വെച്ച് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന പുള്ളിക്കാരൻ അവരുടെ ദേഹത്ത് ടച്ച് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആത്മഹത്യ ചെയ്തു. ആ ഒരു വീഡിയോ കണ്ടിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, അത്രയും തിരക്കുള്ള ഒരു ബസ്സിൽ ഇന്റൻഷനലി അവരെ ടച്ച് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ദയവ് ഇത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ചിലപ്പം ഇൻസ്റ്റാഗ്രാം റീച്ച് ആയിരിക്കും വലുത്, പക്ഷെ ഇപ്പൊ നഷ്ടപ്പെട്ടത് ഒരാളുടെ ജീവൻ. ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡാണ്. കുറച്ച് ദിവസം മുമ്പ് വേറൊരു പെണ്ണ് അടുത്ത് വെറുതെ ഇരുന്ന ഒരാളുടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ ഈ ചെയ്യുന്നത് ഭയങ്കര ഒരു ദ്രോഹം. ബസ്സിനുള്ളിൽ വെച്ച് ഇങ്ങനെ ഒരു അബ്യൂസ് നേരിട്ട ആ സ്പോട്ടിലാണ് റിയാക്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ എടുത്ത് ഒരു പൊതുസമൂഹത്തിലിട്ട് ഇങ്ങനെ വലിച്ചു കീറിയല്ല വേണ്ടത്. ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ വൃത്തികേട് കാണിക്കുന്നവന്മാരുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള നിരപരാധികളെ ഇതിനകത്തോട്ടൊന്നും വലിച്ചിടാതിരിക്കുക. പോയപ്പോൾ ആർക്ക് പോയി? അയാളുടെ ഫാമിലിക്ക് പോയി. ഇവിടുത്തെ ആളുകളെ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ചോദിക്കാനും പറയാനും ഒരു സിസ്റ്റം ഇല്ല. സ്ത്രീ ഭയങ്കര ദുർബലയാണ്, അതുകൊണ്ട് തന്നെ പ്രിവിലേജസ് കൂടുതൽ ലേഡീസിനാണ് സൊസൈറ്റിയിൽ എന്നുള്ള ഒരു തോട്ടാണ് കൂടുതലും ഇങ്ങനെയുള്ളവർക്ക്. ഇങ്ങനെയുള്ള കുരുക്കുകളിൽ ചെന്ന് പെടുന്നവരോടൊന്നേ പറയാനുള്ളൂ, ലാസ്റ്റ് ഓപ്ഷൻ ആത്മഹത്യ. നിങ്ങളുടെ സൈഡ് നിങ്ങൾ ക്ലിയർ ചെയ്യുക, അല്ലാണ്ട് കയറി ആത്മഹത്യ ചെയ്യല്ല വേണ്ട. റീച്ചിന് വേണ്ടിയിട്ട് ഒരാളെ കൊന്നപ്പം നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും വിഷമിക്കേണ്ട, ഇനി ഇതിലും നല്ല റീച്ച് മോക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടും. മെൻസുവറുള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ് പുള്ളി. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തൊക്കെയാണ് ഫാനിൽ ഹാങ് ചെയ്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടിൽ. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയൻ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിച്ചതാണ്. നിങ്ങൾ